സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് ആവേശ കൊടുമുടി കയറാൻ മലബാർ ഡെർബി. കാലിക്കറ്റ് FC മലപ്പുറം FCയും തമ്മിലുള്ള മത്സരം വൈകിട്ട് 7:30 പയ്യനാട് സ്റ്റേഡിയത്തിൽ നടക്കും. സ്വന്തം തട്ടകത്തിൽ കണ്ണൂരിനോട് സമനില വഴങ്ങിയെത്തിയ മലപ്പുറവും ജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. തുടർച്ചയായ മൂന്നാം ഹോം മത്സരത്തിനിറങ്ങുന്ന മലപ്പുറം സീസണിലെ തങ്ങളുടെ അപരാജിത കുതിപ്പ് തുടരാൻ ഉറച്ചാണ് കാലിക്കറ്റിനെതിരെ ഇറങ്ങുന്നത്. വയനാട് സ്റ്റേഡിയത്തിൽ നിന്ന് മഹേഷ് പോലൂർ ചേരുന്നുണ്ട്. മഹേഷ്, എല്ലാ തയ്യാറെടുപ്പുകളും മലപ്പുറം ആരംഭിച്ചിട്ടുണ്ട്. ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരങ്ങൾ, അതിനപ്പുറത്തേക്ക് എല്ലാ രീതിയിലും പെർഫോം ചെയ്ത് നിൽക്കുന്ന സാഹചര്യവുമാണ്. ഇന്നത്തെ മത്സരത്തെ എത്ര പ്രതീക്ഷയോടെ, എത്ര ആവേശത്തോടെയാണ് വെയിറ്റ് ചെയ്യുന്നത്? ധന്യ പറഞ്ഞതുപോലെ ഒരുപക്ഷെ സൂപ്പർ ലീഗിൽ ഇതുവരെ നടന്ന മത്സരങ്ങളുടെ ഒരു പട്ടിക എടുത്ത് നോക്കുമ്പോൾ അതിനേക്കാൾ വലിയ ആവേശ കൊടുമുടി കയറാൻ തന്നെയാണ് ഇന്ന് ആരാധകർ കാത്തിരിക്കുന്നത്. കാരണം സൂപ്പർ ലീഗ് ഏറ്റവും ആവേശമുള്ള SL ക്ലാസിക്കോ എന്നാണ് സൂപ്പർ ലീഗ് തന്നെ അതിനെ വിശേഷിപ്പിക്കുന്നത്. മലബാർ ഡെർബി എന്ന് നമുക്കതിനെ പറയാം. കാലിക്കറ്റ് വേഴ്സസ് മലപ്പുറം FC എന്ന് പറയുമ്പോൾ രണ്ട് ടീമിന്റെയും നമുക്കറിയാം വലിയ കട്ട ഫാൻസ് ഉള്ള ടീംസ് ആണ്. അപ്പോൾ ആരാധകരെ കൊണ്ട് ഈ ഗാലറി നിറയും. നമുക്കിപ്പോൾ ഈ നിൽക്കുന്ന ഇനിയിപ്പോൾ കളി തുടങ്ങാൻ ഇനിയും ഏതാണ്ട് ഒരു 2-2.5 മണിക്കൂറുണ്ട്. അതിന് മുൻപ് തന്നെ ഇപ്പോഴേ ആളുകളൊക്കെ പലരും അവിടെ കയറി ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ഫുട്ബോൾ ആവേശം എന്ന് പറയുന്നത്. രണ്ട് ടീമിനെയും സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം ജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതിൽ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൗണ്ടിൽ രണ്ട് കളികൾ, ഒരു മത്സരം ജയം, അത് തൃശ്ശൂരിനെതിരെ 1 ഗോളിന് റോയ് കൃഷ്ണയുടെ ഒരു പെനാൽറ്റി ഗോൾ. രണ്ടാം മത്സരത്തിൽ അവർ കണ്ണൂരിനോട് ഒരു സമനില വഴങ്ങി. അതായത് ഈ മൈതാനത്ത് മലപ്പുറം പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അപരാജിതമായ ഒരു കുതിപ്പ് തുടരുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അവർക്ക് മുന്നിലുള്ളത്. കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരത്തിൽ ഫോഴ്സ കൊച്ചിയോട് ജയിച്ചു 2-1. പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ തൃശ്ശൂരിനോട് കാലിടറി. അപ്പോൾ കാലിക്കറ്റിനും വിജയം ഒരു അനിവാര്യമായ ഘട്ടമാണ്. കാരണം അനിവാര്യം എന്ന് പറയുമ്പോൾ അവർക്ക് കുറെ കൂടി ആത്മവിശ്വാസം എടുക്കാനുള്ളത്. ഈ കഴിഞ്ഞ തവണ 2 തവണയും മലപ്പുറവും കാലിക്കറ്റും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. അന്ന് 2 തവണയും കാലിക്കറ്റിനൊപ്പമായിരുന്നു ജയം. പക്ഷെ അതിലൊരു പ്രത്യേകത, അന്ന് കാലിക്കറ്റിന് വേണ്ടി 2 ഗോൾ അടിച്ച ഗനി അഹമ്മദ് നിഗം ഇക്കുറി മലപ്പുറത്തിനൊപ്പമാണ്. അന്ന് ഗനിക്ക് പാസ് കൊടുത്ത അബ്ദുൾ ഹക്കു ഇന്ന് മലപ്പുറത്തിന്റെ കോട്ടയിലാണ്. അന്ന് കാലിക്കറ്റിന് വേണ്ടി മിന്നൽ പ്രകടനം നടത്തിയ ജോൺ കെന്നഡി ഇന്ന് മലപ്പുറത്തിനൊപ്പമാണ്. അപ്പോൾ മലപ്പുറം കോഴിക്കോടിന്റെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം റാഞ്ചിയെടുത്താണ് ഇക്കുറി മലപ്പുറം ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന് ഒരു പ്രത്യേക ആവേശമുണ്ട്, ഒരു ചന്തമുണ്ട്. നമ്മൾ കാത്തിരിക്കുകയാണ്. 7:30 മത്സരം. ഗാലറി നിറഞ്ഞു കവിയും എന്നതിൽ ഒരു സംശയമില്ല. മഴക്കാറൊന്നുമില്ല തന്നെ. അവിടെ കുറെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. വെയിലിങ്ങനെ മാറി വരുന്നുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ അവിടെ മഴ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഇനി മഴയാണെങ്കിലും മലപ്പുറം അല്ലേ, ഗാലറി നിറയും എന്നതിൽ ഒരു സംശയവുമില്ല തന്നെ. ശരി മഹേഷ്.